ഹായ് കൂട്ടുകാരെ, ഇന്ന് പെരുന്നാളായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് മട്ടാഞ്ചേരിയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ടാണ് വന്നത്. ഞങ്ങൾ എന്നും കൊച്ചിയിലോട്ട് വരും, ഫോർട്ട് കൊച്ചിയിലോട്ട് വരും. അവിടെ കടൽ കണ്ട് തിരിച്ചു പോകാറാണുള്ളത്. മട്ടാഞ്ചേരി ജൂതത്തെരുവിലൊക്കെ ഒന്ന് പോകണം എന്നുള്ള അവൾ കുറേ പറയുന്നു. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഹൈക്കോർട്ടിൽ വന്നിട്ട് അവിടുന്ന് വാട്ടർ മെട്രോ കയറിയിട്ടോ. അവിടുന്ന് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 3 പേർക്കും പാടെ 150 രൂപ കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ മട്ടാഞ്ചേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂതത്തെരുവ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഒരു ഓട്ടോ, അവിടുന്ന് ഫ്രണ്ടിൽ തന്നെ ഓട്ടോ കിട്ടി. ഓട്ടോ ചാർജ് നമുക്ക് അങ്ങോട്ട് 50 രൂപ അവർ വാങ്ങിച്ചോളൂ. 2.5 കിലോമീറ്റർ ദൂരമാണ് ജൂതത്തെരുവിലോട്ടുള്ളത്. അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മുടെ വാട്ടർ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് പഴയ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല, വിദേശികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും അത് വാങ്ങിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി വിലയാണ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ടോപ്പിൻ്റെ റേറ്റ് ചോദിച്ച് 1500 രൂപയാണ് അതിന് റേറ്റ് പറഞ്ഞ്. അതോടെ ഞങ്ങൾ വില ചോദിക്കൽ നിർത്തി. വില കുറഞ്ഞ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. എല്ലാം വില കൂടിയെന്നല്ല പറയുന്നത്, അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ എന്തോ ഞങ്ങൾ ചോദിച്ചതിന് 1500 രൂപയായിരുന്നു. ഇതേ തൂക്കിയിട്ട രീതിയിൽ ഷർട്ടുകൾ കണ്ടില്ല, ഇതേപോലെ ടോപ്പ്, ലേഡീസിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു. അതിന് ജസ്റ്റ് ഒന്ന് വില ചോദിച്ചപ്പോൾ 1500 രൂപ പറഞ്ഞ്. ഞങ്ങൾ അതേപോലെ അവിടെ നിന്ന് ഇറങ്ങി എത്തിയിട്ടുണ്ട്. അവിടെ ക്ലോസ് ആണ് കേട്ടോ, അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ അവരതിന് മുന്നിൽ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് ആ നിൽക്കുന്നത്. ഫോട്ടോക്ക് പോസ് ചെയ്യാണ്, വീഡിയോ എടുക്കാന്നുള്ള അവർ അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് അവൾ അറിഞ്ഞത്. ഇതിനോട് ചാരിറ്റിന് ഒരുപാട് ആൻറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് പഴയ ഐറ്റംസുകൾ വിൽക്കുന്ന അതിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് കൊച്ചിൻ്റെ ഇതുപോലെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അവന് പറ്റിച്ച് വീഡിയോ എടുത്തു ഞാൻ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി കളക്ഷൻ ഉണ്ട്. അത് പുതിയതാണോ പഴയതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ നമുക്കൊരു ആൻറ്റി കളക്ഷൻ്റെ ഫീൽ ഉണ്ട്. പക്ഷേ ഒരുപാട് കാണുമ്പോൾ പുതുതായിട്ടും തോന്നുന്നുണ്ട്. ആദ്യം കയറുമ്പോൾ തന്നെ ബുക്കുകളാണ് വെച്ചേക്കുന്നത്. ബുക്കുകൾ കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ വിഗ്രഹങ്ങളും കാര്യങ്ങളും പല ഫോട്ടോയും ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വയസ്സായ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളിനോട് ചോദിച്ച് ഞാൻ അകത്തോട്ട് കയറിയതാണിത്. എൻ്റെ അകത്തോട്ട് കയറി പുള്ളി പറഞ്ഞു പെട്ടെന്ന് കയറി കണ്ടു പൊക്കോന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി പെട്ടെന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയതാണ്. ജസ്റ്റ് ഒന്ന് മിന്നാട്ടം പോലെ ഇതേ ഇരിക്കുന്ന ചേട്ടൻ. അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഭാഗങ്ങൾ ഫോട്ടോ എടുക്കുക, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ അവിടെ ചായ ഷോപ്പായിരുന്നു കേട്ടോ. ആ ചായ ഷോപ്പിലെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് എടുത്ത് തീർത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒരുപാട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് നമ്മൾക്ക് വാങ്ങാനുള്ള വേണ്ടിയിട്ടല്ല, നമുക്കും വാങ്ങാം. ഇത് കാര്യമായിട്ട് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല റേറ്റാണ് കാര്യം. ചിലതെല്ലാം വിൽക്കാനുള്ളതല്ല കേട്ടോ, ചിലതൊക്കെ ഷോക്ക് വെച്ചേക്കുന്നതാണ്, ചിലത് വിൽക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇവിടെയുള്ള എല്ലാ ഷോപ്പിലോട്ടും നമുക്ക് അങ്ങനെ പെർമിഷൻ ഒന്നും ഇല്ല കേട്ടോ. പെർമിഷൻ ഇല്ലെന്ന് വെച്ചാൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, അതായത് കസ്റ്റമേഴ്സ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിട്ടായിരിക്കും വെറുതെ കയറും, ഫോട്ടോ എടുക്കും, വീഡിയോ എടുത്ത് പുറത്തോട്ട് ഇറങ്ങും. അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. എന്താണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഈ കൊച്ചിയിൽ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തെരുവുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ പഴയ കാലങ്ങൾ ഓർമ്മിക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ജ്യൂസ് കുടിക്കാൻ കയറിയേക്കാണ്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള വേറൊരു ആൻറ്റി കളക്ഷൻ്റെ അവിടെ വന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങളിത് മട്ടാഞ്ചേരിയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് കണ്ടു, ഒരു ഓപ്പൺ പാർക്ക് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തോട്ട് കയറി. നട്ടുച്ചക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ പാർക്കിൽ അങ്ങനെ കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഒരു 2-3 ഐറ്റംസ് ഒക്കെ കൊച്ചുങ്ങൾക്ക് നേരം പോക്കിനുള്ളതുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്റ്റിക് ആണ്. കൊച്ചിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഒരുപാട് വേസ്റ്റാണ്. നമ്മൾ ഈ ഇതുപോലെ കാഴ്ച കാണാൻ വരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് വലിച്ചെറിയുക, വെള്ളം കുടിച്ച് കുപ്പി വലിച്ചെറിയുക, ഒരു ആകെ എല്ലാ ഭാഗത്തോട്ടും ഇതിൻ്റെ അകത്ത് എവിടെ നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും കുപ്പികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഇതിങ്ങനെ മലിനമാക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നല്ലൊരു സ്ഥലമാണ്, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾ വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അറിയാമോ. തൊട്ടപ്പുറത്ത് കായലും കാര്യങ്ങളും ആസ്വദിച്ച് കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അത്. പക്ഷേ ഇവിടെ വെള്ളം കുപ്പി വലിച്ചെറിഞ്ഞും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞും ഭക്ഷണത്തിൻ്റെ ഇത് വലിച്ചെറിഞ്ഞും. കൊച്ചിൻ്റെ അപ്പുറത്ത് കണ്ടില്ല ഒരുപാട് വേസ്റ്റ് കിടക്കുന്നത്. ഇതിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക്. അത് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി കേട്ടോ. ഞാൻ ഇത്ര നല്ലവനായിട്ട് പറയുന്നതല്ല, പക്ഷേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ ഇവൾക്ക് പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണം. സാധാരണ അവൾ കൊച്ചിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻറ്റി കളക്ഷൻ മോഡലുള്ള കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ്, വലിയ കമ്മൽ. ഇപ്രാവശ്യം അവൾ കയ്യിലിടുന്നൊരു ചെയിൻ മാത്രമേ വാങ്ങിച്ചോളൂ. പിന്നെ ദേ ഇരിക്കുന്ന ഈ പി ഇതിൻ്റെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ. യെല്ലോ കളറിൽ കണ്ടില്ലേ, അതൊന്നും അവൾ വാങ്ങിച്ചു. അവൾക്ക് അത് ഊതാനൊന്നും അറിയത്തില്ല കേട്ടോ. എങ്കിലും അവൾ വാങ്ങിച്ചത് കണ്ടപ്പോൾ അവന് കൊച്ചിനും വേണമെന്ന് പറഞ്ഞാൽ കൊച്ചിന് അവിടുന്ന് ഒരു മാജിക് ബോക്സ് ഇതും വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ആ കായലിൻ്റെ തീരം വരെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അപ്പുറം കുറേ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അത്ര വലിയ വില ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ കുറച്ച് വില കുറവാണ്, അത്ര ഒന്നുമില്ല. 40 രൂപ 50 രൂപ 30 രൂപയുടെ ഒക്കെ സാധനങ്ങളാണ് ഇവിടെയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കായലിൻ്റെ വരെ പോയിട്ട് കായലിൻ്റെ അവിടെ ഒന്ന് കണ്ട് നല്ല കാറ്റും കൊണ്ട് അങ്ങനെ നിന്ന്. ഇവിടെ ബോട്ട് എന്തെങ്കിലും വരുന്ന സ്ഥലമാണോ എനിക്കറിയില്ല. അതായത് വലിയ യാത്രക്കാരായിട്ടുള്ള ബോട്ടൊക്കെ വരുന്ന സ്ഥലമാണോ, അതുപോലെ കണ്ടപ്പോൾ തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്.
ഉണ്ടായിരുന്നത്. അവിടെ ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള 2 ബോട്ട്, ചെറിയ ബോട്ടുകൾ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ഈ ചേട്ടനോട് ഞാൻ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, കയ്യിലെ ക്യാഷ് തീർന്നുണ്ടായിരുന്നു, ഗൂഗിൾ പേയിലെ ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ചേട്ടനോട് ഞാൻ ചോദിക്കാനും പറ്റിയില്ല. ചേട്ടൻ എന്നോടും ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ടും ചോദിച്ചില്ല. ചേട്ടൻ ചോദിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി. ഞാൻ അവിടുന്ന് ബോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഞാൻ ചോദിച്ചിട്ടായിരുന്നു. അവരുടെ പുള്ളിനോട് കയറുമ്പോൾ തന്നെ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോ എന്നുള്ളത്. ആ പുള്ളിയെടുത്ത് ഇല്ല എങ്കിലും കയറിക്കോ എന്ന് പറഞ്ഞ് എന്നിട്ട് മോൻ്റെ എന്തോ തന്നു എനിക്ക്. അതുപോലെ ഇവിടെ ഒരുപാട് ചേട്ടന്മാരത്ത് ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഗൂഗിൾ പേ. ഈ വയസ്സായ ചേട്ടന്മാരൊന്നും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. 1-2 പേരെടുത്ത് അങ്ങനെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടൊക്കെ കൊടുത്തത്. ഇത് ഞാനൊരു കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ. ഇതുപോലെ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ വണ്ടി ഓടുമ്പോൾ എന്താണെങ്കിൽ അത് വെക്കേണ്ട അത്യാവശ്യമല്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ ചേട്ടൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് 3-4 ഷോപ്പ് ചോദിച്ചിട്ടാണ് എനിക്ക് ക്യാഷ് കിട്ടിയ ചേട്ടന് കൊടുക്കാൻ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് തിരിച്ച് വാട്ടർ മെട്രോയിൽ കയറി കേട്ടോ. വാട്ടർ മെട്രോൻ്റെ വീഡിയോ മുമ്പ് ഇട്ടുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.